പ്രേം നസീറിൻ്റെ മകനും നടനുമായ ഷാനവാസ് അന്തരിച്ചു. 71 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വൃക്ക സംബന്ധമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു കഴിഞ്ഞ ദിവസം മരണം സംഭവിക്കുന്നത്. ഇപ്പോൾ വഴുതക്കാട് ഫ്ളാറ്റിൽ പൊതുദർശനത്തിന് വെച്ച ദൃശ്യങ്ങളാണ് കാണുന്നത്. നസീർ സാറിനെ കുറിച്ച് നസീർ സാംസ്കാരിക സമിതി റിസോർട്ട് സമിതി എന്ന് പറഞ്ഞൊരു സമിതി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഒരുപാട് മെമ്പേഴ്സുണ്ട്. ട്രിവാൻഡ്രത്തുള്ള ഒട്ടുമിക്ക ആൾക്കാരും അതിൻ്റെ മെമ്പേഴ്സാണ്. ട്രിവാൻഡ്രമല്ല, കേരളത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും അതിൻ്റെ മെമ്പേഴ്സാണ്. ഷാനവാസിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയമാണ്. അദ്ദേഹം ഇവിടെ ഈ ഫ്ലാറ്റിൽ വന്നപ്പോൾ തുടങ്ങിയുള്ള പരിചയമാണ്. അദ്ദേഹം നസീർ സാറിനെ പോലെ തന്നെ വളരെ സൗമ്യനും വളരെ എന്താ പറയുക ഫ്രണ്ട്ലിയും നസീർ സാർ ഒരു താരപുത്രൻ എന്നുള്ള ഒരു ജാടയുമില്ലാത്ത ആളായിരുന്നു. നമ്മളൊക്കെ അന്ന് വന്ന് കണ്ടപ്പോൾ നായകൻ നടനായിട്ട് വന്ന ഒരു സിനിമാ താരം എന്നുള്ള നിലയ്ക്കാണ് നമ്മളൊക്കെ ആദരവോടുകൂടി നോക്കിക്കണ്ടിരുന്ന ഒരു നടനാണ് അദ്ദേഹം. പിന്നീട് ഇപ്പോൾ കുറേ കാലം കൊണ്ട് അദ്ദേഹം തീർത്തും വയ്യാത്തൊരവസ്ഥയിലായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ വളരെ അനാരോഗ്യ അവസ്ഥയിലായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വിയോഗത്തിൽ ആദരാഞ്ജലികൾ, കണ്ണീർ പ്രണാം. നിത്യഹരിത നായകൻ പ്രേം നസീറിൻ്റെ മകനെ ഒരു നോക്ക് കാണാൻ മധുച്ചേട്ടൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിത്യഹരിത നായകനായ ഒരു വലിയൊരു ആരാധകനാണ്. ചേട്ടാ, ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? വളരെ വിഷമം പിടിച്ച ഒരു സമയമാണ് ഈ സമയം. നസീർ സാറുണ്ടായിരുന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിനെ കണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ പോയുള്ളൂ, ഒരു പ്രാവശ്യം കണ്ടായിരുന്നു. അന്ന് സംസാരിച്ച് അതിന് ശേഷം പക്ഷേ കാണാൻ പറ്റില്ല. അവരൊക്കെ വലിയ തിരക്കുള്ള ആളുകളല്ലേ. പക്ഷേ സുഖമില്ലാതെ കിടക്കണമെന്ന് കുറച്ച് ദിവസത്തേക്ക് മുമ്പ് അറിഞ്ഞ് നമുക്ക് പോകാനൊന്നും പറ്റിയില്ല. നല്ല മനുഷ്യൻ. നസീർ സാറിൻ്റെ ഒപ്പം തന്നെ നല്ല സ്നേഹം ഇതൊക്കെ ഉള്ള ആളാണ്. ഒരു കുഴപ്പമില്ല. നമുക്ക് കൂടുതൽ അദ്ദേഹത്തിനായിട്ട് കൂടുതലായിട്ട് ഇടപെടാനൊന്നും നമുക്ക് സാധിച്ചിട്ടില്ല. കാരണം എനിക്ക് ആട്ടാണല്ലോ. അപ്പോൾ നമ്മൾ രാവിലെ അതിൻ്റെ വഴിക്ക് ഇറങ്ങുമ്പോൾ കൂടുതൽ അവരുടെ ഭാഗത്തൊന്നും നമുക്ക് നിൽക്കാനോ സംസാരിക്കാനൊന്നും പറ്റിയില്ല. ഇപ്പം പിന്നെ മരണം ഇന്ന് രാവിലെ അറിഞ്ഞ് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ അകത്ത് നിൽക്കുകയാണ്. അങ്ങനെ ഒന്ന് കണ്ട് പോകണമെന്നുള്ളതുണ്ട്. പിന്നെ ഇപ്പം 5 മണിക്ക് പള്ളിയിൽ പോകുന്നുണ്ട്. അതുവരെ കവറടത്തിന് പോകും. 5 മണിക്ക് പാളയത്തുണ്ടല്ലോ, കണ്ട് അവിടെ പോയി കണ്ട് വന്ന് അനുസരിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1975 തൊട്ട് ഷാനവാസ് എൻ്റെ ഫ്രണ്ടാണ്. കാര്യം ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പാസ്സായി വരുന്ന സമയത്ത് ഷാനവാസുമായിട്ട് ഫ്രണ്ട്ഷിപ്പായി. അങ്ങനെ കമ്പനിയായി. അദ്ദേഹത്തിൻ്റെ കാറിലാണ് അവിടെ ഇവിടെയൊക്കെ ചുറ്റുന്നത്. എന്നെ ആദ്യമായിട്ട് നസീർ സാറിൻ്റെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോകുന്നത് ഷാനവാസാണ്. അന്നാണ് ഞാനൊരു വലിയ സ്ക്രീനിൽ, ഒരു ബിഗ് സ്ക്രീനിൽ ഒരു സിനിമ VHS കാസറ്റിട്ട് എന്നെ കാണിച്ചു തന്നു. ഒരു ഇംഗ്ലീഷ് പടം VHS അന്ന് തൊട്ടുള്ള ബന്ധമാണ്. പിന്നെ അതിനുശേഷം ഈ പറഞ്ഞ മാതിരി പ്രേമഗീതങ്ങളിൽ ബാലേന്ദ്രൻ്റെ പ്രേമഗീതങ്ങളിൽ ഞാൻ ഇല്ല, പക്ഷേ ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ട്രിവാൻഡ്രത്തുനിന്ന് സെറ്റിലായതിനു ശേഷം എപ്പോഴും കാണാറുണ്ട്. ഞങ്ങൾ തമ്മിൽ കാണാറുണ്ട്. അമ്മയുടെ മീറ്റിങ്ങിന് വരുമ്പോൾ കാണും. പിന്നെ എപ്പോഴും കാണാറുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും. കാര്യങ്ങളുണ്ട്. ഈ സുഖമില്ലാത്ത കാര്യം അറിയാമായിരുന്നു. ഷുഗറിൻ്റെയൊക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇതാണ്. നസീർ സാറ് മരിച്ചത് 62-ാം വയസ്സിലാണ്. ഷാനവാസിനിപ്പം എൻ്റെ അറിവിൽ 70 വയസ്സ് കഴിഞ്ഞു. 70 വയസ്സ് കഴിഞ്ഞു. എന്തായാലും നമുക്കെല്ലാം കുടുംബത്തിനോടൊപ്പം അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാം. പ്രേമഗീതം എന്ന മലയാള സിനിമയിലൂടെയായിരുന്നു അദ്ദേഹം സിനിമാ രംഗത്തേക്ക് കടന്നു വന്നത്. ഏകദേശം 50ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പ്രേം നസീറിൻ്റെ മകനായിട്ട് പോലും ഒരു താരചാടയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഈ വൃക്ക സംബന്ധമായ രോഗങ്ങളെ തുടർന്ന് അദ്ദേഹം മലേഷ്യയിൽ നിന്നും നാട്ടിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തി ചികിത്സ തേടുകയായിരുന്നു. കഴിഞ്ഞ ദിവസം മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിരവധി മന്ത്രിമാർ അടക്കമുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആരാധകരും കൂടാതെ അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളിൽ നിന്നുള്ളവരും ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടെ 5 മണിയോടെ ഏകദേശം 5 മണിയോടെ തന്നെ അദ്ദേഹത്തെ പാളയം ജുമാ മസ്ജിദിൽ ഖബറടക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ക്യാമറാമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.